നമസ്തേ. നമ്മുടെ ബോഡി അലൈൻമെന്റ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് യോഗ പോസ്റ്റേഴ്സ്. അതായത് നമ്മുടെ ലോഡോസിസ്, കൈപ്പോസിസ്, ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇടാൻ പോകുന്നത് സ്കോളിയോസിസ് എന്നാണ്. സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിൻ്റെ ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള ചരിവ് സംഭവിക്കുക. അതായത് ഷോൾഡറൊക്കെ അൺഈവനായിരിക്കും. അവിടെ ചിലപ്പോൾ ഷോൾഡർ അൺഈവനായിട്ടുള്ള ഷോൾഡറുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ ജന്മന വരാൻ സാധ്യതയുണ്ടത്. ജനറ്റിക്കായി സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് മൂലം ഇങ്ങനെ സ്കോളോസിസിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബട്ടക്സ്, ഹിപ്പ് സൈഡ് ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതായിട്ടൊക്കെ ഉള്ളവർക്ക് അങ്ങനെ സംഭവിക്കാം. അതുപോലെ മസിൽസ് വീക്കായിട്ട് വന്നവരിൽ സ്കോളിയോസിസിലേക്ക് പോകാം. അപ്പോൾ ഈ സ്കോളിയോസിസിന് സപ്പോർട്ട് ചെയ്യുന്ന യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്. പല യോഗ പോസ്റ്റേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്കോളിയോസിസ് മൂലം ഉണ്ടാകുന്ന പെയിൻ റിലീഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്കോളിയോസിസ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്കോളിയോസിസ് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് യോഗ പോസ്റ്റേഴ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് മാറ്റിൽ ഇതുപോലെ നിവർന്നിരിക്കാം. എന്നിട്ട് ഒരു കാലം മടക്കി, വലത് കാലം മടക്കി നമ്മുടെ ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ ഔട്ടർ സൈഡിലായിട്ട് ഇങ്ങനെ വയ്ക്കുക. രണ്ട് കൈ കൊണ്ട് അടുപ്പിച്ചിട്ട് ഇടത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഇതൊന്ന് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ കൈ ബാക്കിലേക്ക് കുത്തി വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുക. 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ഫുഡ് റൈറ്റ് സൈഡിൽ പതിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ വലത് കൈ കൊണ്ട് ചെസ്റ്റിനോട് അടുപ്പിക്കാം. ചെസ്റ്റിനോട് കാലുകൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇടത് കൈ പുറകിലേക്ക് വെച്ച് ട്വിസ്റ്റ് ചെയ്ത് കിട്ടുക. ഒരു 10 സെക്കൻഡ്സ് വെച്ച് 3-4 റൗണ്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കാലുകൾ മടക്കി അതുപോലെ വജ്രാസനത്തിലിരിക്കാം. വജ്രാസനത്തിൽ കൈകൾ ഉയർത്താം. ശ്വാസം കളഞ്ഞ് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്ത് സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ഉയരാം. ശ്വാസം കളഞ്ഞുകൊണ്ട് കൈകൾ പുറകിലേക്ക്. ഇത് നമുക്ക് ഇത് കഴിഞ്ഞ് ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഇത് മാറി മാറി ഇങ്ങനെ ചെയ്യാം. ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനിയും തുടർ വീഡിയോകളിൽ ഞാൻ നല്ല നല്ല വീഡിയോസായി വരുന്നതായിരിക്കും.